പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട് സ്കൂൾ അടപ്പിച്ചു. പുതിയങ്ങാടി GMUP സ്കൂളാണ് അടപ്പിച്ചത്. ക്ലാസ്സിൽ കയറിയ അധ്യാപകരെ സമരക്കാർ പുറത്താക്കി. സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്താണ് സംഭവം? നിഷാദ്, ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് സമരാനുകൂലികൾ ഓടിയെത്തുകയും പിന്നീട് സ്കൂൾ അടപ്പിക്കുകയും ചെയ്തത്. അധ്യാപകരെ പുറത്താക്കി, മാത്രമല്ല അവിടുന്ന് വിദ്യാർത്ഥികളെയും പുറത്താക്കി. പിന്നീട് സ്കൂൾ അധ്യാപകരോടും മോശമായി പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിക്കൊണ്ട് പിന്നീട് അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളയിൽ പോലീസ് എത്തിക്കൊണ്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തത്. എന്താണ്, എപ്പോഴാണ് സ്കൂൾ, എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുത്തെ നാട്ടുകാരാണ്, പൊതുപ്രവർത്തകരാണ്. നമ്മൾ പഠിച്ച സ്കൂളാണ്. ഇവിടെ ഇക്കാലം വരെ ഒരു സമരമോ ഒരു കാര്യങ്ങളോ ഉണ്ടാവാറില്ല. ആദ്യമായിട്ടാണ് മുഴുവൻ ടീച്ചേഴ്സും ഇവിടെ സ്കൂൾ അധ്യയനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ട് തടഞ്ഞു, പ്രശ്നമായി, കൊടി കെട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ട് അത് അപ്പളെ കഴിച്ച് എൻ്റെ ഒക്കെ ഓർമ്മയിൽ ഞാനൊക്കെ ഒരു 10-35 കൊല്ലം മുന്നേ പഠിച്ച സ്കൂളാണ്. അവിടെ ആദ്യമായിട്ടാണ് കൊടിയൊക്കെ വന്നത്. അത് നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ നമുക്കൊരു അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുവരെ ഇല്ലാത്ത. തൊട്ടടുത്ത ചുങ്കത്ത് സ്കൂൾ, ഇതപ്പോഴും നിങ്ങൾ പോയാൽ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള ചുങ്കത്ത് സ്കൂൾ ഇപ്പോഴും മുഴുവൻ അധ്യാപകന്മാരും വന്നിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നല്ല, ഇത് വ്യക്തി ഹത്യയാണ്. HM പുതിയ PTA കമ്മിറ്റിക്കെതിരെയുള്ള അതിശക്തമായ അവരെ സമരാനുകൂലികൾ എന്ന് പറയുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലായത്. കുട്ടികളോട് കൂടെ ക്രൂരത കാണിക്കുകയാണ്. അതിനകത്ത് ഒരു കുട്ടിയുടെ മുഖത്ത് അടിയേറ്റു. കുട്ടിയൊന്നും ഇവിടെ പഠിക്കുന്ന കുട്ടിയല്ല എന്നുള്ളത് ഞാൻ നാട്ടുകാരനല്ലേ, ഇവിടെ പഠിക്കുന്ന കുട്ടിയല്ല. ഇപ്പോൾ അധ്യാപകനോടുള്ള പകപോക്കലായിട്ടാണ് കാണുന്നത്. സത്യം അതന്നെ, അധ്യാപകന്മാരോടുള്ള. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ ഒരു പ്രവർത്തനം കൂടിയാണ്, മെമ്പറും കൂടിയാണ്. ഏത് ബന്ധനും ഈ സ്കൂൾ ഇവിടെ തുറക്കാറില്ല. കുട്ടികളും വരാറില്ല. എല്ലാ മാഷുമാരെല്ലാം ഏത് UDF ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും LDF ആയാലും ആര് വന്നാലും ഇവിടെ സ്കൂൾ തുറക്കില്ല. ഇന്നത്തെ ഒരു അധ്യാപകന്റെ ദാർഷ്ട്യം കൊണ്ട് മാത്രമാണ് ഇവിടെ തുറന്നത്. ആ തുറന്നിട്ട് നാട്ടുകാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് തുറന്നത്. ഇന്ന് തുറക്കണമെന്ന് വാശി അതാണ്. ഇവിടെ വേറൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ബന്ധിനും ഒരു ഹർത്താലിനും ഇവിടെ തുറക്കാറില്ല. സർക്കാർ ഡാഷ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡാഷ് പ്രഖ്യാപിച്ചിട്ട് പക്ഷേ എല്ലാ സ്ഥലത്തും ഇതാമാതിരി തന്നെയാണ്. ഡാഷിനോട് എതിരായിട്ട് തന്നെയാണ് ജീവനക്കാരൊക്കെ. സെക്രട്ടേറിയറ്റിൽ വെറും 10% തന്നെ ജനങ്ങളുള്ളൂ. നമ്മുടെ ഇവിടെ ഡാഷിനോട് പ്രഖ്യാപിച്ചാലും ഇതൊരു എല്ലാ വർഷവും ഡാഷിനോട് പ്രഖ്യാപിക്കലുണ്ട്. എല്ലാ ഹർത്താലിനും ഒരിക്കലും ഇവിടെ തുറക്കാറില്ല. ഇന്നൊരു പ്രത്യേക തുറക്കൽ വന്നതാണ്. ഇത്രയും പ്രശ്നമാണ്. നമ്മൾ സുഹൃത്തുക്കളും ബന്ധുക്കളുള്ള ചെറിയ പ്രദേശത്തെ സ്കൂളാണിത്. ഇവിടെ തമ്മിലടുപ്പിക്കാനായിട്ട് മാത്രമാണ് ഇന്ന് തുറന്നത്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. നിഷാദ്, ഈ വിധത്തിലാണ് ഈ ഹർത്താലിനെ അനുകൂലിച്ചും അതുപോലെ എതിർത്തും രണ്ട് വിഭാഗങ്ങളായിക്കൊണ്ട് തന്നെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. HMന്റെ ധാർഷ്ട്യമാണ് ഇന്ന് ഈ ഹർത്താൽ ദിനത്തിൽ സ്കൂൾ തുറക്കാൻ ഇടയാക്കിയത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയം തന്നെ മറിച്ച് ഇന്ന് ഇപ്പോൾ ഡാഷനൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അധ്യാപകർ സ്കൂൾ തുറക്കാൻ നിർബന്ധരാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തുറന്നു. അതിന് പിറകെയാണ് പിന്നീട് ഈ സംഘർഷം ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് വലിയ ഒരു പോലീസിന്റെ സുരക്ഷാ സന്നാഹത്തിലാണ് ഇപ്പോൾ സ്കൂൾ പരിസരവും ഉള്ളത്. വെള്ളയിൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പുറത്താക്കിയതിനു ശേഷം അധ്യാപകർ ഈ ഗേറ്റിന് മുന്നിൽ വന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിക്കൊണ്ട് അവരെ അനുനയിപ്പിച്ച് അധ്യാപകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകർ ഇപ്പോൾ സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ അവരുടെ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. നിഷാദ്, ശരി. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് അവിടെ ഒരു സ്കൂൾ തുറന്നു, സമരക്കാർ വന്നു, സ്കൂൾ അടപ്പിക്കുകയും അധ്യാപകരെ പുറത്താക്കുകയും ചെയ്തു. ഒരു പ്രധാന അധ്യാപകൻ മാത്രമായി പണിമുടക്കിനോട് സഹകരിക്കേണ്ടതില്ല, സ്കൂൾ തുറക്കുമെന്ന് ഒറ്റയ്ക്ക് തീരുമാനിച്ചതിന്റെ പ്രശ്നമാണ് എന്നാണ് ഉയർന്നു വരുന്ന വിമർശനം.